ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ എല്ലാവരും എഴുതി കാത്തിരിക്കുന്ന, പ്രിലിംസ് കഴിഞ്ഞ് കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്. അതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്കറിയാം, 587/2023 അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്നവരും അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ മെയിൻ എക്സാമിൻ്റെ തീയതി വരെ പ്രഖ്യാപിച്ചു, എന്നിട്ടും നമ്മുടെ അർഹതാ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ. അങ്ങനെ അവസാനം അതും അർഹതാ ലിസ്റ്റും വന്നിട്ടുണ്ട്. അതിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. മെയിൻ പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ച ശേഷവും നീണ്ടുപോയിട്ടുള്ള നമ്മുടെ സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ PSC തുടങ്ങിയവയിൽ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ അർഹതാ ലിസ്റ്റ് ഒടുവിൽ PSC പ്രസിദ്ധീകരിച്ചു. 2024 ഡിസംബർ 28, അതുപോലെ തന്നെ 2025 ജനുവരി 11, ജനുവരി 25, ഫെബ്രുവരി 8 തീയതികളിൽ നടത്തിയ കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റ് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് രീതിയിലല്ലാതെ പ്രസിദ്ധീകരിച്ച ഏകീകൃത അർഹതാ ലിസ്റ്റിൽ, അതായത് പ്രിലിംസ് ലിസ്റ്റിൽ 54,291 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് PSC പറഞ്ഞത് 73.23 മാർക്കാണ്. ഉത്തരക്കടലാസിൻ്റെ പുനഃപരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് ഏപ്രിൽ 23 വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. മെയിൻ പരീക്ഷ തീയതി പറഞ്ഞിട്ടുള്ളത് മെയ് 21. ഇനി നമുക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളെ കുറിച്ച് ആദ്യമൊന്ന് നോക്കാം. എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. വിവിധ വകുപ്പുകൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ എത്രയാണ്? ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ 35, GADയിൽ 158, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ 56, ഫിനാൻസിൽ 33, ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ 32, ലോ സെക്രട്ടേറിയറ്റിൽ 21 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. PSCയിൽ 33, അങ്ങനെ ആകെ 368 ഒഴിവുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഒഴിവ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് GADയിൽ നിന്നാണ് 158 ഒഴിവുകൾ. ഏറ്റവും കുറവ് ലോ സെക്രട്ടേറിയറ്റിൽ നിന്നാണ്, അവിടെ 21 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മുൻ ലിസ്റ്റ്, അതായത് മുൻ റാങ്ക് ലിസ്റ്റിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ മുൻ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ നിന്നും 893 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. 2022 സെപ്റ്റംബർ 27 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന് 2025 സെപ്റ്റംബർ 26 വരെ കാലാവധി ലഭിക്കേണ്ടതായിരുന്നുവെങ്കിലും മെയിൻ ലിസ്റ്റിലെ എല്ലാവർക്കും നിയമന ശുപാർശ നൽകി. 2024 മാർച്ചിലെ ശുപാർശയോടെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തു? അവസാനിച്ചിട്ടു. അതിലെ നിയമന നില നോക്കുന്ന സമയത്ത് OCയിൽ, അതായത് ഓപ്പൺ മെറിറ്റ് എല്ലാവരും പോയിട്ടുണ്ട്. ഈഴവ സപ്ലിമെൻ്ററിയിൽ നിന്ന് 2 പോയത്. SC സപ്ലിമെൻ്ററിയിൽ നിന്ന് 65 ആളും, ST സപ്ലിമെൻ്ററിയിൽ 22 റാങ്കുകാരനും, മുസ്ലിം സപ്ലിമെൻ്ററിയിൽ നിന്ന് 41 റാങ്കുകാരനും, LC/AI സപ്ലിമെൻ്ററിയിൽ നിന്ന് 19 റാങ്കുള്ളവരും, OBC സപ്ലിമെൻ്ററിയിൽ നിന്ന് 2 റാങ്കുള്ളവരും, വിശ്വകർമ്മ സപ്ലിമെൻ്ററിയിൽ നിന്ന് 11 റാങ്കുള്ളവരും, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററിയിൽ നിന്ന് 4 റാങ്കുള്ളവരും, SCC സപ്ലിമെൻ്ററിയിൽ നിന്ന് 10, ധീവര സപ്ലിമെൻ്ററി 7 എന്നിങ്ങനെയാണ് നിയമന ശുപാർശ നടന്നിട്ടുള്ളത്. അങ്ങനെ ആകെ 893 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒഴിവുകളാണ്, 300+ ഒഴിവുകളാണ് നിലവിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെക്രട്ടേറിയറ്റ് OA പരീക്ഷ മെയിൻ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കേണ്ട ജോലി അവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിയമനങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്നറിയാൻ നമ്മുടെ കൂടെ കൂടുക. നിങ്ങളുടെ പഠനം എങ്ങനെയുണ്ട്? ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടോ? നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ടോ? എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം. താങ്ക്